ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് ഉള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമോ, അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ലൈഫിൽ കുറേയേറെ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. അവർ ഒത്തിരി മാറി. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു വ്യക്തിയെ അല്ല ഇപ്പോൾ. അവരുടെ ബിഹേവിയറും ക്യാരക്ടറും എല്ലാം മൊത്തത്തിൽ മാറി. അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്ന ആ രീതി, അവർ മറ്റുള്ളവരോട് ഇടപഴകുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതി, അതെല്ലാം എല്ലാ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാമിലി ഉള്ള വ്യക്തികൾ ആണ് കൂടുതൽ ആളുകൾ എന്ന് കാണുന്നു. അതുപോലെ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും കുടുംബത്തിന്റെ കുറെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്തുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു പേഴ്സൺ. നിങ്ങളും ചിലപ്പോൾ ഇവിടെ രണ്ടു പേർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിട്ട് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം രണ്ടു പേരിൽ ഒരാൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഏതെങ്കിലും ഒരു ക്വാളിറ്റി മികച്ചതായിട്ട് നിൽക്കുന്നുണ്ടാകാം അവർക്ക്. മേ ബി അതൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഒരു നല്ല മനോഹരമായ കണ്ണുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പൂച്ചക്കണ്ണായിരിക്കാം. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അവർക്കുണ്ടായിരിക്കാം. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടറിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട്, നല്ല സ്മൂത്തായിട്ടും ജെന്റിലായിട്ടും ഒക്കെ സംസാരിച്ച് മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും ഈ ഒരു വ്യക്തിയോട് സംസാരിക്കും. അപ്പൊ ആ രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് തോന്നാനൊക്കെ ഇടവരുന്ന രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഉള്ളത്. പിന്നെ നമ്മളിവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചീറ്റ് ചെയ്തോ അല്ലെ ചതിച്ചിട്ട് പോയ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, സെപ്പറേഷൻ എന്ത് തന്നെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും മനഃപൂർവ്വമല്ല ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് അവഗണിച്ച് അവർ പോയിട്ടുള്ളത് അവർക്ക് മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അല്ലാതെ പർപ്പസ്ഫുള്ളി നിങ്ങളെ ഇങ്ങനെ ചെയ്തിട്ട് പോകണം എന്നൊരു വിചാരത്തിലല്ല ഈ വ്യക്തി പോയത്. കുറച്ച് സാഹചര്യവശാൽ അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയതാവാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ നിർബന്ധമായിട്ട് മാറിപ്പോയി, മറ്റുള്ളവർ നിർബന്ധിച്ചത് കൊണ്ടൊക്കെ മാറിപ്പോയതാകാം. ഒരിക്കലും ഒരു ചീറ്റ് ചെയ്തതല്ല എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ചീറ്റ് ചെയ്ത് പോയതല്ല ഈ വ്യക്തി എന്നുള്ളത്. അപ്പം പിന്നെ വഴക്കുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ പോയിട്ടുള്ളത് ഇവരുടെ ഒരു ഫാമിലിയിലേക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ആ ഒരു ഫാമിലിയിലേക്ക് അയക്കാൻ പോയിട്ടുണ്ടാവുക. അല്ലാതെ നിങ്ങളിപ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടാതെയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ഈ വ്യക്തി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ അവരുടെ ഫാമിലി ചിലപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു നിർബന്ധം കൊണ്ടായിരിക്കാം. എന്തോ അങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ് ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് അവരുടെ കുടുംബത്തെ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കോണ്ടാക്ട് കുറയുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി പോവുകയോ മറ്റെന്ത് സംഭവിച്ചതാണെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നാണ് കാണുന്നത്. എപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്. അല്ലാതെ പെട്ടെന്ന് ആ ഒരു ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവർ പോയി അന്ന് മുതൽ പിന്നെ അവർക്കൊരു ഓർമ്മയില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നല്ല. അവർക്ക് നിങ്ങൾ ഓർക്കുന്നു ഞാൻ മാത്രമാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവർ
എല്ലാ ദിവസവും തന്നെ നിങ്ങളെക്കുറിച്ച് ഇവർ ഓർക്കുന്നുണ്ട്. അത് നിങ്ങളെ അവർക്ക് ഒരിക്കലും വിട്ടുകളയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളല്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു സ്പ്രെഡിൽ അവരും അത്രത്തോളം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കുന്ന അതേ രീതിയിൽ അവരും വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്നത് പോലെ തന്നെ അവരും തിരിച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എപ്പോഴും തന്നെ എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആകാം നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ സഹിക്കാൻ വയ്യാതെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാം, മാറിപ്പോകാം എന്നൊക്കെ വിചാരിച്ച് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ വരുന്നത്. കാരണം ഇവർ നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാകാം നിങ്ങൾക്ക് അങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ വഴി മാറ്റി വിട്ടിട്ടുണ്ടാകാം എന്ന് കാണുന്നുണ്ട്. അതായത് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ച ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊരു പുതിയ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഹോബി, എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തോ ഒന്നിലേക്ക് നിങ്ങൾ ബിസിയാക്കി നിങ്ങളുടെ മനസ്സിനെ നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫോക്കസ് ഇവിടെ നിന്ന് മാറ്റണം, ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറ്റണം. എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന രീതിയിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ കുറച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ പെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പൊ തൊട്ടടുത്തായിട്ട് കുറച്ച് നിങ്ങൾ അതിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ അതിൽ നിന്നൊന്ന് മാറാനായിട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ആലോചിക്കുന്ന ടെൻഷൻ ആവുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഒന്ന് കാണാനോ സംസാരിക്കാനോ പഴയതുപോലെ റിലേഷനിലേക്ക് വരാനോ ഒന്നും കഴിയില്ലേ എന്നോർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വിഷമം ഉണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്. കരയുന്നുമുണ്ടാകാം. ചില സമയങ്ങളിൽ ഇതിന്റെ ഒരു പീക്കിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാകാം. അതായത് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. അതുപോലെ ഈ ഒരു പേഴ്സണും വളരെ നഷ്ടബോധം, അത്രത്തോളം ഒരു സഫോക്കേഷൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയാണെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നൊരു തോന്നൽ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അത്രത്തോളം അവരിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷെ അല്ലെങ്കിൽ അവരത്രത്തോളം ഒരു വിഷമങ്ങളിലൂടെ കടന്നുപോയി. ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ ഉള്ള ഒരു സ്നേഹത്തിനേക്കാൾ 100 ഇരട്ടി ഒരു സ്നേഹം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ കൈവിട്ട് പോകാൻ തുടങ്ങുകയാണ് എന്ന ഒരു സമയത്ത് ആണ് ഈ ഒരു യഥാർത്ഥമായ ഒരു ഫീലിങ്സ് അവർ പുറത്തേക്ക് പറയാം. ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഫീലിങ്സ് ഒന്നും പൊതുവെ പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അവരൊരു ഹിഡൻ ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇവിടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ അവർ പുറത്തേക്ക് കാണിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 100 ഇരട്ടിയായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അത് പുറത്തേക്ക് കാണിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇനി അവർ തുടർന്ന് അത് കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവര് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോണ്ടാക്ട് ചില ആളുകൾക്കൊക്കെ ഈ ഒത്തിരി ലോങ് ആയിട്ട് ഇത് ബ്രേക്കപ്പിലേക്ക് പോയ 6 മാസം അല്ലെങ്കിൽ 1 ഇയർ 6 ഇയർ വരെയൊക്കെ പോയ ആളുകളെ കാണാനുണ്ട്. ആ ആളുകൾക്ക് വരെ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് അവരൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുള്ളതായിട്ടൊരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നൊന്ന് മാറ്റിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജീസ്. അപ്പൊ ഇനി എന്ത് തീരുമാനം എടുക്കണം എന്ന് കരുതി അവർ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുന്നേ. അതായത് ഈ ഫാമിലി നിർബന്ധിച്ചിട്ടാണെങ്കിലും എന്ത് കാരണമാണോ ഒരു സിറ്റുവേഷൻ ഈ ഒരു സൈഡിലും ഇപ്പുറ സൈഡിലും നിങ്ങളുമുണ്ട്. അപ്പൊ എന്ത് തീരുമാനം എടുക്കണം എന്ന് കരുതി അവർ നിന്നിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം. എങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഈ ഞാനൊരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയി പോയത് എന്ന്. അതുപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു സമയത്തും
നിങ്ങളെ മാറ്റി നിർത്തുന്നത് ശരിയാണോ, അത് തെറ്റാണോ എന്ന് വരെ ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ അവർക്ക് മുന്നിൽ കണ്ട് ഒരു കാര്യത്തിന് അവരൊരു തീരുമാനം അങ്ങ് എടുത്ത് ഫാമിലിയുടെ കൂടെയാണോ എന്താണോ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയി, നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയി എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് അവർക്കൊരു റിഗ്രറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഈ ഒരു പേഴ്സണെ ഞാൻ വിട്ടിട്ട് പോകുന്നത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യമാണല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഇത്രയും നാളും അവർ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ തന്നെ മതി എന്ന് അവരൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വർഷങ്ങളായി ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെയൊക്കെ അർത്ഥം ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അകന്ന് നിൽക്കുമ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലായിരുന്നു അവർ. എപ്പോഴും അതുപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറിപ്പോകണം എന്ന് ഒരുപാട് അവരും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സമയങ്ങളിൽ അവർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഇത് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു, എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കണം, ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തവരിരുന്നു, ഇവർക്ക് മനസ്സിലായി ഇനി ആരും വന്ന് ഇതിനകത്ത് ഇടപെട്ട് എനിക്ക് വേണ്ടി ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്നെ കൊണ്ടുപോകില്ല, ഞാൻ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ ചിലപ്പോൾ വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും ഒരുപാട് എഫേർട്ട് ഈ ഒരു പേഴ്സണും നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് നിങ്ങൾ പ്രാർത്ഥന വഴി അല്ലെങ്കിൽ വഴിപാടുകൾ നേർച്ചകൾ ഇങ്ങനെയൊക്കെ നടത്തി നിങ്ങൾ ഒത്തിരി എഫേർട്ടുകൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, ആ ഒരു ആഗ്രഹം രണ്ടുപേരും കൂടി ഒരേപോലെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിനൊരു എഫേർട്ടിനൊരു റിവാർഡ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് തകർക്കാൻ ശ്രമിക്കുന്ന കാര്യം മാറിപ്പോകണം എന്നാണ് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇന്നും ഈ ഒരു റീഡിങ്ങിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ചിലപ്പോൾ കാർമിക് കണക്ഷൻസ് ആണെങ്കിൽ കൂടി അതിന്റെ ആ ഒരു റിലീസിങ് എനർജി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് നോക്കുമ്പോൾ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാർമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി പോകുന്നു. അതായത് കാലങ്ങൾക്ക് ശേഷവും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ ലോങ് പീരീഡ് ആയിട്ട് തന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല, സെപ്പറേഷനിലായി പോയിട്ടുണ്ടാകും, പക്ഷെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ടാകും. അപ്പൊ അത്തരം ആളുകൾക്ക് കൂടി ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം ഇപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അതിന്റെ ഒരു തീവ്രത, ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ ആരോടും അതൊന്നും പറയാനായിട്ട് സാധിക്കില്ലായിരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാം ഒന്നും അവർ ഷെയർ ചെയ്യാനും പറ്റില്ല. അപ്പൊ എല്ലാം ഒക്കെ ഒന്ന് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ആരോടും പറയാൻ സാധിക്കാതെ. കുറച്ചു പേരെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്കൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാനായിട്ട് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളെ വിട്ടിട്ട് അവഗണിച്ചിട്ടോ എങ്ങനെയാണല്ലോ പോയി, പക്ഷെ നിങ്ങൾ കുറേ നാളുകൾ അതിൻ്റെ പുറകെ കരഞ്ഞും ബഹളം വെച്ചും പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പ്രെഡിൽ കാണാനായിട്ട് സാധിച്ചു, നിങ്ങൾ എന്തോ പുതിയൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബിസിയാക്കി മറ്റൊരു ഇതിലേക്ക് ഫോക്കസ് മാറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോക്കസ് മാറ്റിയതിനു ശേഷമാണ് ഇവരുടെ എനർജിയിൽ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതുവരെ ഒരു കമ്മിറ്റ്മെന്റ്സോ ഒന്നും കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരഞ്ഞ് നിലവിളിച്ച് വിഷമിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഓർത്ത് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ മറന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. ആ ഒരു മാറ്റമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക. ആ ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അത് ഡൗണിലേക്ക് നെഗറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മാറ്റണം.
സോ നമ്മൾ എത്ര വിഷമം ഉണ്ടെങ്കിലും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളെന്ന വ്യക്തിയെ സ്നേഹിക്കുക. ആര് നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും നമ്മളെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് നമ്മളുടേതാണ്. ആ ഒരു ഉത്തരവാദിത്തം അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്, പക്ഷെ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരിപ്പോ എവിടെയാണോ അവിടെ നിന്ന് പുറത്തു കടക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ എല്ലാം മാറുകയാണ്. അവർക്ക് ക്ലിയർ വിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കാർഡ് മജീഷ്യൻ കാർഡ് വഴി നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു മാജിക് പോലെ, ഒരു മിറാക്കിൾ പോലെ അവർ നിങ്ങളിലേക്ക് വരും. അവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൊണ്ട് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്ലവേഴ്സ് എന്നാണ്. ഈ ഒരു റീഡിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ഹെയർ, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, നമ്പർ 10, ചൈൽഡിഷ്, ഹോണസ്റ്റ്, ഡാൻസ്, 1988, 2003, നമ്പർ 5, ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ക്രേസി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. 1997 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പും മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ R, ടെക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബേക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലെറ്റർ M നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത്, മാർച്ച് മന്ത്, 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 52, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ജൂൺ മന്ത്, പേഷ്യൻസ്, 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്, 7 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, ബ്ലൂ കളർ, 2002, നമ്പർ 38, ലെറ്റർ H, 1111, നമ്പർ 31, നമ്പർ 36, കണ്ണൂർ ജില്ല, 1984, ഗോൾഡൻ കളർ, നമ്പർ 50, ഫെബ്രുവരി മന്ത്, 1 weeks, social media, letter Z, tattoo art, 1981, number 42, driver, last and final clue 1980. Okay, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.